ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാർ, വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടെ ഒന്ന് അടിച്ചു വാരട്ടെ. അടിച്ചു വാരിനേക്കാൾ ഉപരി രണ്ട് ഭാഗത്തായിട്ട് പെട്ടെന്ന് നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പോഴേ ഇവിടെ ഇങ്ങനെ കൂട്ടിയിടും. അപ്പൊ അത് കൂടി കൂടി കൂടിയിട്ടൊരു കൂന പോലെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കോരി ബോർഡർ കെട്ടിയതിന് അപ്പുറത്തേക്ക് പറമ്പിലേക്ക് ഇടട്ടെ. ഇനി അവിടെ അങ്ങനെ കൂടുതലായി വരുമ്പോൾ വേണം അവിടെ തീയിടണം. ഇപ്പൊ തൽക്കാലം അതൊരു വാഴയുടെ കടക്കിലായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കട്ടെ. ഒരുപാട് ഇലകളായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര അടിച്ചു വാരിയാലും കാറ്റ് വീശുമ്പോ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടും കൊണ്ട് കരടുകൾ വരും. അപ്പൊ അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരണം. അതാണ് ഇന്നത്തെ ജോലി കേട്ടോ. അതുപോലെ ചെടികൾക്കൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ട്. നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ട്. എല്ലാറ്റിലും നനയ്ക്കാനും തുടങ്ങിയിട്ടില്ല. എല്ലാ ചെടികൾക്കും തെങ്ങിനൊന്നും നനയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. വല്ലാതെ വാടി നിൽക്കുന്ന ചെടികളുണ്ട്. കറ്റാർ വാഴയൊക്കെ വെള്ളം കിട്ടാതെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അങ്ങനെ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇലകളൊക്കെ അടിച്ചു വാരി കൂട്ടി അവിടെയൊക്കെ വൃത്തിയാക്കിട്ടോ. ഇനി അതുപോലെ വേറൊരു കോർണറിൽ ഇങ്ങനെ കൂട്ടിയിടാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ അടിച്ചു വാരിയിട്ട് കളയാനൊന്നും സമയം ഉണ്ടാവില്ല. ആ സമയത്ത് അങ്ങനെ കൂട്ടിയിരുന്നതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കൂട്ടി ഒരുപാടായി കഴിയുമ്പോൾ പുറത്തേക്ക് ഇടുകയും ചെയ്യും. കണ്ടോ, ആ കോർണറിൽ ഇതുപോലെ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ രണ്ട് നാളികേരം വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. പിന്നെ അതിന് മേലെ കണ്ടില്ലേ ഒരു മരം, മഞ്ഞ പൂവിട്ട് നിൽക്കുന്ന ചെടിയല്ല, നമ്മളെ ശിവന്റെ അമ്പലത്തിലേക്ക് പൂജയ്ക്ക് എടുക്കുന്നത്, അമ്പലങ്ങളിൽ പൂജയ്ക്ക് എടുക്കുന്നത് ശിവമല്ലി പൂവോ അങ്ങനെ എന്തോ ആണ് പേര്. അത് നിറയെ ഈ ഒരു വേനൽക്കാലത്ത് നന്നായി പൂവിട്ട് നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി ആ ഇലകളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടട്ടെ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ കട്ടക്കിലെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. കുറച്ച് സമയത്തെ വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെയുള്ള എൻ്റെ വീട്ടു ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി എപ്പോഴെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇനിയും ഇപ്പോൾ സ്കൂൾ തുറക്കാറൊക്കെ ആയി. നമ്മുടെ 2025 ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നാളെ നമ്മൾ 2026 പ്രവേശിക്കുകയാണ് അല്ലേ? അപ്പം നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയില് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നല്ല ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെയും കൂടിയുള്ള ഒരു വർഷമായി തീരട്ടെ. അപ്പൊ നാളെ ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളാണ്. ആഘോഷങ്ങളൊന്നും പറയാനില്ല, എന്നാലും ഒരു പുതുവർഷം വരുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളും അല്ലേ, നല്ല നല്ല തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നവരുണ്ടായിരിക്കും. അതൊക്കെ എടുക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വർഷമായിട്ട് മാറട്ടെ. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ആഗ്രഹിക്കുക. പിന്നെ കുറച്ച് ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിതം. അങ്ങനെ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ കറ്റാർ വാഴ അതുപോലെ ചെടികള് അതിനൊക്കെ നനച്ചു കൊടുക്കട്ടെ. വല്ലാതെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. കറ്റാർ വാഴയ്ക്കൊക്കെ എപ്പോഴും വെള്ളം വേണം. അങ്ങനെ നല്ല ഇതായിട്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വേണം അത് വെക്കാന്നാ പറയുക. ഞാൻ എന്തായാലും ഇപ്പൊ കാണാറില്ലല്ലോ ഈ ഒരു ഭാഗത്ത് വെച്ച കാരണേ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.